വള്ളുവനാട് ദേശത്തെ പ്രമുഖമായ ഒരു ക്ഷേത്രമാണ് പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ശൈവ വൈഷ്ണവ ശക്തികളുടെ സംഗമമൂർത്തിയായ ശങ്കരനാരായണൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. സ്വയംഭൂവായ ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയെങ്കിലും വിഷ്ണുവായി സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടത്തിവരുന്നത്. അതിനാലാണ് ഈ ക്ഷേത്രം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമായി അറിയപ്പെടുന്നത്. കേരളത്തിലെ ശങ്കരനാരായണന്റെ ഏക സ്വയംഭൂ മൂർത്തിയാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലാണ് പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററും ഒറ്റപ്പാലത്ത് നിന്ന് 5.5 കിലോമീറ്ററും ദൂരമാണ് പനമണ്ണ ക്ഷേത്രത്തിലേക്കുള്ളത്. ഒറ്റപ്പാലമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെയും വിഷ്ണുവിന്റെയും സങ്കരരൂപമായ ഈശ്വര സങ്കല്പമാണ് ശങ്കരനാരായണൻ. ശൈവരും വൈഷ്ണവരും തമ്മിൽ ആരാധനാമൂർത്തികളുടെ പേരിൽ കലഹമുണ്ടായിരുന്ന കാലത്ത് അത് ഒഴിവാക്കി ശങ്കരൻ അഥവാ ശിവനും നാരായണൻ അഥവാ വിഷ്ണുവും ഒന്നാണെന്ന് കാണിക്കുവാൻ കൊണ്ടുവന്ന സങ്കല്പമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. അദ്വൈത സിദ്ധാന്തത്തിലൂടെ ശങ്കരാചാര്യരാണ് ഭഗവാന്റെ ഈ രൂപത്തിന് ജനകീയത നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ശങ്കരനാരായണ ആരാധന വഴി ശിവന്റെയും വിഷ്ണുവിന്റെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഐതിഹ്യപരമായി ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഇപ്പോഴത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നാരദമുനി തപസ് ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നാരദന്റെ മുമ്പിൽ ശിവനും വിഷ്ണുവും ശങ്കരനാരായണന്റെ രൂപത്തിൽ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടെ ശങ്കരനാരായണ സ്വാമി വാണരുളുന്നത്.
ഒരു ഋഷിവര്യനാൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു കാലത്ത് ഭൂസ്വത്തിലും പ്രൗഢിയിലും ഏറെ മുമ്പിലായിരുന്നു. ദിവസേന 5 പൂജകളാണ് ഇവിടെ നടന്നു വരുന്നത്. നവകാഭിഷേകം, 3 നേരം വാദ്യഘോഷങ്ങളോടെയുള്ള ശീവേലി, രാത്രി തൃപ്പുക എന്നിവയും ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. കുംഭമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി രോഹിണി നാൾ ആറാട്ടായി വരുന്ന 10 ദിവസത്തെ വാർഷികോത്സവമാണ് പനമണ്ണ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. വാർഷികോത്സവത്തെ കൂടാതെ ശിവരാത്രി, അഷ്ടമി രോഹിണി, മണ്ഡലകാലം, നവരാത്രി, കന്നിയിലെ ആയില്യം എന്നിവയും ഈ ക്ഷേത്രത്തിൽ സവിശേഷമായി ആഘോഷിച്ചു പോരുന്നു. മുഖ്യമൂർത്തിയായ ശങ്കരനാരായണനു പുറമെ ഗണപതി, ശാസ്താവ്, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവന്മാരും പനമണ്ണ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. പനമണ്ണയിലെത്തി ശങ്കരനാരായണ സ്വാമിയെ തൊഴുതു മടങ്ങുന്ന ഭക്തർക്ക് ചെന്നെത്താവുന്ന സമീപ പ്രദേശത്തുള്ള ഒരു പ്രധാന ആരാധനാലയമാണ് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്.